ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള ഉത്തരം കിട്ടിയാലുടൻ അടുത്ത ചോദ്യം, എത്ര പേർ നിങ്ങളുടെ ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര പേരുടെ ജീവൻ പോയിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ്. ഇത് അല്പം അസാധാരണമായ ഒരു അനുഭവ വിവരണമാണ്. ഈ മനുഷ്യൻ പാസ് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പെട്ടെന്ന് ഈ ഇടിയുടെ ശബ്ദം കേട്ടതും ഞങ്ങൾ രണ്ടുപേരും ചെവി പൊത്തി. ലോക്കോ പൈലറ്റുമാർ എപ്പോഴും ചെവിയാണ് പൊത്തുന്നത്, കാരണം ഈ ശബ്ദമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ജെ വേണുഗോപാൽ 3 ദശകത്തോളം ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിരുന്നയാൾ. പൊതുസമൂഹത്തിന് അധികം പരിചിതമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഈ വിവരണങ്ങളിലുണ്ട്. ചെയിൻ വലിക്കുമ്പോൾ നമുക്ക് എൻജിനിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ടാണ് ട്രെയിൻ നിൽക്കുക. ഏത് ബോഗിയിലാണോ ചെയിൻ വലിച്ചത് ആ ബോഗി വരെ ചെന്ന് നമ്മളത് റീസെറ്റ് ചെയ്താൽ മാത്രമേ അത് രണ്ടാമത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളുപൊള്ളിച്ച കാഴ്ചകൾ. എൻജിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് മുഴുവൻ രക്തവും മാംസവും ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുകയാണ്. അക്കൂട്ടത്തിൽ വെളുത്ത ഒരു ഗോളം ഇങ്ങനെ ഒഴുകി വരുന്നു. ഞങ്ങളെ നോക്കി നിന്ന ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ ഒന്നായിരുന്നു. നിസ്സഹായനായി തീർന്ന സന്ദർഭങ്ങൾ. ട്രെയിനിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ മരിച്ചു കാണും, അല്ലെങ്കിൽ ചിന്ന ഭിന്നമായി കാണും. അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അകത്തു നിന്ന് ഞരക്കവും നിലവിളിയൊക്കെ കേൾക്കാം. അപ്പോൾ ആൾ മരിച്ചിട്ടില്ല. അപകടങ്ങൾ. പപ്പടം പൊടിയുന്നത് കണക്ക് ആ കാറ് പൊടിഞ്ഞിട്ട് അതിങ്ങനെ ചളുങ്ങിയിട്ടത് ആകാശത്തേക്ക് ഉയരുകയാണ്. ഇലക്ട്രിക് ലൈൻ പോകുന്ന മാസ്റ്റിലേക്ക് വന്നിടിച്ചിട്ട് അത് വീണ്ടും ഒരു കറക്കം കൂടെ കറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് വന്ന് പതിച്ചു. അപൂർവ അനുഭവങ്ങൾ. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാഴ്ച ഞങ്ങൾ കാണുന്നത്, അടുത്തുള്ള വീടുകളിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൈക്കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ഓടി വരികയാണ് ട്രെയിനിൻ്റെ നേർക്ക്. ജെ വേണുഗോപാൽ എന്ന ലോക്കോ പൈലറ്റിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള ഉത്തരം കിട്ടിയാലുടൻ അടുത്ത ചോദ്യം, എത്ര പേർ നിങ്ങളുടെ ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര പേരുടെ ജീവൻ പോയിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ്. അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും നൽകിയില്ലെങ്കിൽ പോലും അടുത്ത അവരുടെ അഭിപ്രായ പ്രകടനം, നിങ്ങൾക്കതൊക്കെ കണ്ട് ശീലമായി കാണുമല്ലേ, അങ്ങനെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശീലമായി എന്നുള്ളത് ഒരു വാസ്തവമാണെങ്കിലും അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഒരു വലിയ മുറിപ്പാടായിട്ട്, ഒരു വലിയ ഷോക്കായിട്ട് അങ്ങനെ അത് നിലനിൽക്കുകയാണ്. സ്വപ്നത്തിൽ പോലും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഞാൻ ഡീസൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന തസ്തികയിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയിലേക്ക് കയറുന്നത്. ലോക്കോ പൈലറ്റായിട്ട് പിന്നീടാണ്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്നാണ് പിന്നീട് ആ തസ്തികയ്ക്ക് പുനർനാമകരണം ഇന്ത്യൻ റെയിൽവേ ചെയ്തത്. അപ്പോൾ ഡീസൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ, അന്ന് ഡ്രൈവറാണ്, ഇപ്പോഴാണ് ലോക്കോ പൈലറ്റ്, ആ ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ആ വാക്കിൽ തന്നെയുണ്ട്, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ രീതിയിലും സാങ്കേതികമായി അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ സഹായിക്കുക. അതുകൂടാതെ എൻജിൻ ചെക്ക് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഒരു എക്സ്പ്രസ് ട്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വേണാട് എക്സ്പ്രസ്, അത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഡ്യൂട്ടി. തിരുവനന്തപുരം അടുക്കാറായപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലോക്കോ പൈലറ്റ്, അന്നത്തെ ഡ്രൈവർ ഷേണായി എന്നു പേരുള്ള ഒരു മനുഷ്യനായിരുന്നു. കോട്ടയം ഭാഗത്തൊക്കെയുള്ള പണ്ട് സീസൺ ടിക്കറ്റ് യാത്രക്കാർക്കെല്ലാം സുപരിചിതനാണ് അദ്ദേഹം. വളരെ ആജാനുബാഹുവായിട്ടുള്ള, എല്ലാവരുമായിട്ടും വളരെ സൗഹൃദമായിട്ട് സംഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം, ഞങ്ങളൊക്കെ പുതിയ ആൾക്കാർ, ഞങ്ങൾ പുതിയ ബാച്ചിൽ പുതിയ ആൾക്കാരായതുകൊണ്ട് ധാരാളം പ്രോത്സാഹനം ഒക്കെ തന്നുകൊണ്ടാണ് പുള്ളിയുടെ വർക്കിംഗ്. ഈ എൻജിനകത്ത് പൊതുവേ പുറത്തെ ശബ്ദങ്ങളൊന്നും ഉണ്ടാവാറില്ല. കുറച്ച് സൈലൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് കേൾക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പുള്ളി അതിങ്ങനെ പറഞ്ഞ് കഴക്കൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വന്ന് ഈ പാളത്തിലേക്ക് കിടന്നു. എൻ്റെ സർവീസ് ജീവിതത്തിൽ ആദ്യത്തെ ഒരു റൺ ഓവർ ആണത്. റെയിൽവേ ടെക്നിക്കലായിട്ട് ഒരാളെ ഇടിക്കുന്നതോ അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നതോ ഒക്കെ പറയുന്നൊരു പേര് റൺ ഓവർ എന്നാണ്. ആദ്യത്തെ റൺ ഓവറാണ്.
ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടി. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്താൽ നമുക്കറിയാം, ബസ്സോ കാറോ ഒക്കെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ചവിട്ടി നിർത്തുന്ന പോലെ പെട്ടെന്ന് നിൽക്കില്ല. കാരണം ഇതൊരു വലിയ മാസാണ്, വലിയ കൂറ്റൻ എൻജിൻ, അതായത് ഇരുമ്പിൻ്റെ വലിയ ചട്ടക്കൂടിനകത്തുള്ള ഭാരമേറിയ എൻജിനും അതിൻ്റെ പുറകിൽ ഒരു 10, 20, 22 ബോഗികളും ഒക്കെ ചേർന്ന് വലിയ ടൺ, ഏകദേശം 1500ഓളം 1400ഓളം ടൺ വരുന്ന വെയിറ്റ് ആണിത് വഹിച്ചുകൊണ്ട് പോകുന്നത്. അതൊരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 90 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫിസിക്സ് പഠിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും, അത് പെട്ടെന്ന് ചവിട്ടിയാൽ നിൽക്കുന്ന സാധനമല്ല. ചവിട്ടുന്നതല്ല ഇതിനകത്ത് ബ്രേക്ക്, കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എങ്കിലും ആ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ചവിട്ടിയാൽ നിൽക്കുന്നതല്ല. എന്തായാലും ഈ മനുഷ്യൻ വന്ന് കിടന്നു. അദ്ദേഹത്തിനെ കവർ ചെയ്തിട്ട് എൻജിനും 2-3 ബോഗികളും പോയി നിന്നു. പെട്ടെന്നുണ്ടായ ആ ഒരു പരിഭ്രമം, നമ്മൾ വളരെ ചെറുപ്പമാണ്, ആദ്യമായിട്ട് റെയിൽവേയിൽ വന്നു. എൻ്റെ ആദ്യത്തെ 1, 2, 3 മൂന്നാമത്തെ എക്സ്പ്രസ് ട്രെയിനോ മറ്റോ ആണ്. ഞാൻ പരിഭ്രമം ആയിട്ട് അവിടെ ഇരുന്നു, മരവിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആ പുള്ളിക്ക് അതൊന്നൊരു വിഷയമല്ല എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ ഇറങ്ങി വരാനുള്ള മടി കാണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വേണു ഇറങ്ങി വാ, ഇതൊക്കെ കണ്ട് ശീലമാകണം. കാരണം ഇതിലും വലിയ ദുരന്തങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ വരാതിരിക്കട്ടെ, പക്ഷേ വന്നു കഴിഞ്ഞാൽ അഭിമുഖീകരിക്കേണ്ടതും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുമൊക്കെ നിങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിറക്കി ഞാൻ അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം അവിടെ നടന്നു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, കൃത്യമായിട്ട് ഈ ആത്മഹത്യ ചെയ്യാൻ കിടന്ന മനുഷ്യൻ തല വേറെ ശരീരം വേറെയായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതമെന്ന് പറയുന്നത്, ഈ തല വേർപെട്ട് പോയാലും ശരീരത്തിലെ ചില ഭാഗങ്ങളൊക്കെ ചലിക്കുന്നത് നമുക്ക് കാണാം. അന്ന് ഞാൻ ആദ്യമായിട്ട് ആ അറ്റ് കിടന്ന മനുഷ്യൻ്റെ വിരലൊന്ന് അനങ്ങുന്നത് കണ്ടു. ഒരു പക്ഷേ എനിക്ക് തോന്നിയതാണോ എന്നുള്ളൊരു തോന്നി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയപ്പെട്ടു പോയി. ചില ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന കണക്ക് തലയില്ലാത്ത ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് ചലിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പം ഞാൻ ഷേണായി സാറിനോട് അത് ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആക്കെ അങ്ങനെ കാണും എന്നുള്ള രീതിയിൽ പുള്ളി നേരെ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇത് കണ്ടിട്ട് അകന്ന് നിൽക്കുകയാണ്. ഇദ്ദേഹം വളരെ കൂളായിട്ട് ഈ എൻജിൻ്റെയും ബോഗിയുടെ അടിയിൽ, ട്രാക്കിന് മുകളിൽ ബോഗിയുടെ അടിയിൽ വീലിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞ് അകത്തേക്ക് കയറുകയാണ്. ഈ കയറുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ട്രാക്കിന് പുറത്തും തല ട്രാക്കിനുള്ളിലുമാണ്. ഇദ്ദേഹം ഈ മനുഷ്യൻ്റെ തലമുടിയെ പിടിച്ച്, ഈ പഴയ ആരോമൽ ചേകവർ, പഴയ പുത്തൂരം വീട്ട് സിനിമകളൊക്കെ ഉണ്ടല്ലോ വടക്കൻ പാട്ടിലെ, അതുപോലെ ഇദ്ദേഹം നീണ്ട് നിവർന്ന് വരുമ്പോഴത്തേക്കും ഈ ആളുകളൊക്കെ പുറകോട്ടങ്ങ് മാറുകയാണ്. അതിനുശേഷം വളരെ കൃത്യമായിട്ട് തലയും ഉടലുമൊക്കെ ചേർത്ത് വെച്ച് ഒരു വെളുത്ത മുണ്ടൊക്കെ ഇട്ട് പുതപ്പിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അതിന് കൃത്യമായ മെസ്സേജുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഞങ്ങളുടെ നടപടിക്രമങ്ങൾ. ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് മുരുക്കുമ്പുഴ എന്ന് പറയുന്നൊരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരാൾ പതുക്കെ ക്രോസ് ചെയ്ത് ഇടിച്ചു. ഈ ഇടിക്കുമ്പോൾ ഒരു തഡ് എന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കും. പാളത്തെ കിടക്കുമ്പോൾ അതിൻ്റെ മേളിലൂടെ ട്രെയിൻ പാസ് ചെയ്യുകയാണെങ്കിൽ ക്രഞ്ചെന്ന് പറയുന്നൊരു സൗണ്ടാണ് കേൾക്കുക. ഈ 2 ശബ്ദങ്ങളും ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ഇപ്പോഴും റിട്ടയർഡായിട്ടും സ്വപ്നത്തിൽ പോലും ഈ ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ പാസ് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പെട്ടെന്ന് ഈ ഇടിയുടെ ശബ്ദം കേട്ടതും ഞങ്ങൾ രണ്ടുപേരും ചെവി പൊത്തി. സാധാരണഗതിയിൽ നമ്മൾ അരുതാത്തത് എന്തെങ്കിലും കാണാൻ പോകുമ്പോഴത്തേക്കും കണ്ണാണ് പൊത്തുക. പക്ഷേ ലോക്കോ പൈലറ്റുമാർ എപ്പോഴും ചെവിയാണ് പൊത്തുന്നത്. കാരണം ഈ ശബ്ദമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ട്രെയിൻ നിർത്തണമെന്നാണ് നിയമം. ട്രെയിൻ നിർത്തി. പക്ഷേ നിർത്തുമ്പോഴത്തേക്കും ഈ സ്പോട്ട് കഴിഞ്ഞ് ധാരാളം മീറ്ററുകൾ മുമ്പോട്ട് ഈ ട്രെയിൻ പാസ് ചെയ്താണ് നിൽക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ, ഇയാളുടെ വേറെ ബോട്ട്സ് അവിടെ പറ്റിയിരിപ്പുണ്ട്. കുറച്ച് മുടിയൊക്കെ ഉണ്ട്, കുറച്ച് രക്തമുണ്ട്, കുറച്ച് മാംസമുണ്ട്. അതുകൂടാതെ ഒരു കൊച്ചു ഡയറി, ആർക്കൊക്കെയോ കൊടുക്കാനോ ആരുടെ കയ്യിൽ നിന്നോ കിട്ടാനോ ഒക്കെയുള്ള കണക്കുകൾ എഴുതിയ ഒരു കൊച്ചു ഡയറി, പിന്നെ ഒരു വാച്ച്.
ഈ വാച്ച് കൃത്യം 11:48 ഞാനിപ്പോഴും ആ സമയം കൃത്യമായിട്ട് ഓർക്കുന്നു, നിന്നു പോയിരിക്കുന്നു. ആ സമയമാണ് അയാളെ തട്ടിയത്. ഈ ഒരു സംഭവത്തിലൊരു വ്യത്യാസമുള്ളത്, ഇയാൾ അറിയാതെ പറ്റിയൊരു അപകടമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് വേദന ഉണ്ടാക്കുന്നത് ഇങ്ങനെ അറിയാതെ പറ്റുന്ന അപകടങ്ങളാണ്. ആത്മഹത്യയും വേദന ഉണ്ടാക്കുമെങ്കിലും ഒരുപക്ഷെ ജീവിതം തീരെ സഹിക്കാൻ വയ്യാത്ത ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിതം മടുത്തു, ഇനി താൻ ജീവിച്ചിട്ട് പ്രയോജനമില്ല, എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു മനുഷ്യൻ പോകുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു മോചനത്തിലേക്ക്. അതിൽ നമുക്ക് കുറച്ചൊരാശ്വാസമുണ്ട്. ഒരിക്കലും ആത്മഹത്യക്കൊരു പ്രോത്സാഹനമോ പ്രചോദനമോ അല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിൽ പോലും ഇത് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം നനച്ചിരിക്കാതെ, അയാൾ പ്രതീക്ഷിക്കാതെ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അത് വല്ലാതെ മനസ്സിനെ നോവിപ്പിച്ചു. ഈ മനസ്സിനെ നോവിപ്പിക്കുന്നത് കുറച്ച് ഭീകരമായിട്ടുള്ള മറ്റൊരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ ഓർക്കുകയാണ്. പറവൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ, എൻ്റെ കൂടെ വിനോദ് എന്ന് പറയുന്നൊരു അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റാണ്. ഞങ്ങൾ അധികം സ്റ്റോപ്പില്ലാത്ത ഒരു വീക്ക്ലി ട്രെയിനാണ് അന്ന് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക് ലോക്കോയാണ്. ഒരു ജൂൺ മാസം കുറച്ച് കാർമേഘങ്ങളൊക്കെ ഉള്ള സമയമാണ്. ഈ പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് ഈ ചിലർ ആത്മഹത്യ ചെയ്യാനായിട്ട് പെട്ടെന്ന് ട്രെയിനിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. രണ്ട് കാരണമുണ്ട് അതിന്. ഒന്ന്, ആരെങ്കിലും കാണുന്നവർ പിന്തിരിപ്പിച്ചാലോ അതല്ലെങ്കിൽ ഈ ഡ്രൈവർ തന്നെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. ഏതായാലും വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഈ ട്രാക്കിന് നടുവിലേക്ക് കയറി നിന്നു. ഈ കയറി നിൽക്കുന്നത് ഒരു പ്രത്യേക പോസ്ചറിലാണ്. ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ഈ ടൈറ്റാനിക് സിനിമയിൽ റോസും ജാക്കും കൂടെ നിന്ന് കപ്പലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കണക്ക് രണ്ട് കൈയും വിടർത്തിപ്പിടിച്ച് അദ്ദേഹം നിൽക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇടി നടന്നു. ഈ ഭയങ്കര ശബ്ദമായിരുന്നു, അത് ചിതറിത്തെറിച്ചു പോയി. ഒരു നിമിഷം വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കണ്ണടച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഭീകരമായ കാഴ്ച എന്ന് പറയുന്നത്, ഈ ഫ്രണ്ടിലെ ഗ്ലാസ് മുഴുവൻ, ലുക്കൗട്ട് ഗ്ലാസ് അങ്ങനെയാണ് ഞങ്ങളതിന് പറയുക, എൻജിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് മുഴുവൻ രക്തവും മാംസവും ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുകയാണ്. ആ കൂട്ടത്തിൽ വെളുത്ത ഒരു ഗോളം ഇങ്ങനെ ഒഴുകി വരുന്നു. എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്, ഈ ട്രെയിൻ കുതിച്ചു വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളെ നോക്കി നിന്ന ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ ഒന്നായിരുന്നത്. ഒരു കണ്ണിൻ്റെ ആ ഒരു ഗോളം ഇതിലൂടെ ഒലിച്ച് താഴേക്ക് ഇങ്ങനെ പതുക്കെ സ്ലോ മോഷനിൽ ഇറങ്ങി വരുന്നത് നമ്മൾ ലൈവായിട്ട് കാണുമ്പോൾ, ചില ഇംഗ്ലീഷ് ഹൊറർ സിനിമകളിലൊക്കെ നമ്മൾ അത്രയും രംഗങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങ് പെട്ടെന്ന് ഇത് വിറച്ചവിടെ ഇരുന്ന് പോയി. എനിക്കത് അടുത്തിരുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിനെ വിളിച്ച് കാണിക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടായില്ല. അതിനുശേഷം എത്രയോ സംഭവങ്ങൾക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് പോലും എനിക്കതിനുള്ള ധൈര്യം കിട്ടിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സ്റ്റേഷനിലിറങ്ങി പറവൂർ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടു. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെസ്സേജുകളെല്ലാം കൊടുത്തു. ഡീറ്റെയിൽ ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇടിച്ച കിലോമീറ്റർ, ഏത് കിലോമീറ്റർ, എല്ലാ കിലോമീറ്ററും ഇങ്ങനെ പ്രത്യേകം റെയിൽവേ അത് അടയാളപ്പെടുത്തിയിരിക്കും. 149/13. അത് ഓരോ ഇലക്ട്രിക്കൽ മാസ്റ്റ് എന്നാണ് ഞങ്ങൾ പറയുക, പോസ്റ്റല്ല, അതിൽ മാർക്ക് ചെയ്തിരിക്കും. ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ നമ്പർ ഒരു പ്രത്യേക സ്ഥലത്തിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാണിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ആ കിലോമീറ്റർ വണ്ടി, നമ്മുടെ വെയറബൌട്ട്സ്, ട്രെയിൻ നമ്പർ, ഡേറ്റ്, നമ്മുടെ പേര്, ഇതെല്ലാ ഡീറ്റെയിൽസും, ഇടിച്ച ആൾ ആണാണോ പെണ്ണാണോ, അത് എങ്ങനെയാണ് മരിച്ചോ, അത് ഞങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്തോ, അത് വശങ്ങളിലേക്ക് തെറിച്ചു പോയി, എല്ലാ ഡീറ്റെയിലും അടങ്ങുന്നൊരു വിശദമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കൊടുത്തിട്ട് തിരിച്ച് കയറിയപ്പോഴാണ് ഞാൻ വിനോദിനോട് ചോദിക്കുന്നത്, നമ്മളിനി എങ്ങനെ വണ്ടി ഓടിക്കും? കാരണം ഈ ഗ്ലാസ് കംപ്ലീറ്റ് രക്തവും മാംസവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, കാണാൻ പോലും പറ്റുന്നില്ല. ഭാഗ്യത്തിന് അന്ന് കാലവർഷം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. വലിയൊരു മഴ. ആ മഴ പെയ്ത് ആ മനുഷ്യൻ്റെ ശേഷിപ്പുകളെല്ലാം ഒലിപ്പിച്ച് കളഞ്ഞ് ഞങ്ങൾക്ക് ആ ഗ്ലാസ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തു തന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്
വരുമ്പോൾ ഒരു വളവ് തിരിയുമ്പോഴത്തേക്കും വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതി, നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് അതിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. ആരായാലും നോക്കിപ്പോവും. ആ ഒരു പിക്ചർ ആണ് നമ്മുടെ മുമ്പിൽ. പെട്ടെന്ന് ഇവർ ആ വണ്ടിയുടെ മുമ്പിലേക്ക് കയറി ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ശബ്ദത്തോടു കൂടി ആ സ്ത്രീയുടെ ശരീരം ചിതറിത്തെറിച്ചു. അതിനുശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആ ഏരിയയിൽ വീടുള്ള ആളായിരുന്നു. അതിനുശേഷം ഇതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ സ്ത്രീ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരിയായിരുന്നു. എന്തോ ഒരു അത്യാവശ്യത്തിന് ഒരു ചെറിയ തുക 10,000-15,000 രൂപ എടുത്ത് മറിച്ചു. അത് തിരിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. നിസ്സാരമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയായിരുന്നു അത്. അപ്പോൾ അത് അതിൻ്റെ ഡേറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ മുതലാളിയെ അതിൻ്റെ കണക്കുകൾ കാണിക്കേണ്ട ഡേറ്റ് എത്തുമ്പോഴേക്കും എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് തോന്നിയ ആ സ്ത്രീ തൊട്ടടുത്തുള്ള ട്രാക്കിലേക്ക് വന്ന് നേരെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് വല്ലാത്തൊരു ഇതാണ്. പിന്നീട് ആ കഥ കേട്ട് കഴിഞ്ഞാണ് കൂടുതലും നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സംയമനത്തോടുകൂടി ധൈര്യത്തോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമാണ്. ചില സമയത്തൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ജീവിതത്തെ ഇത്രമാത്രം ഭയക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ കൂറ്റൻ വാഹനം പാഞ്ഞു വരുന്ന ഈ കൂറ്റൻ വാഹനത്തിന് മുമ്പിൽ നെഞ്ചും വിരിച്ച് നിൽക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വലിയ അത്ഭുതത്തോടു കൂടി ഞാൻ ആലോചിക്കാറുണ്ട്. ഏതായാലും അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ അടുപ്പിച്ചുണ്ടായ സംഭവങ്ങളായിരുന്നു അത്. ആ സർവീസ് ജീവിതത്തിൽ വളരെ അടുത്തടുത്തുണ്ടായിട്ടുള്ള ഇതായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലോ എന്ന് വരെ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് ആത്മഹത്യകൾ സംഭവിച്ച അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിച്ചതാണെങ്കിൽ രക്ഷപ്പെടുത്തിയ കാര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ ട്രെയിനിൻ്റെ ഹോൺ എന്ന് പറയുന്ന അതിഭയങ്കരമായിട്ട് ശബ്ദമുള്ള ഒരു ഹോണാണ്. 100-150 ഡെസിബലിനൊക്കെ മുകളിൽ ഇതുള്ള പവറുള്ള ഇതാണ് ട്രെയിനിൻ്റെ ഹോൺ എന്ന് പറയുന്നത്. ഈ ട്രെയിനിൻ്റെ ഹോൺ ഞങ്ങൾ മുഴക്കാറുണ്ട്. ഇത് കേട്ടിട്ടും ഈ ട്രാക്ക് ക്രോസ് ചെയ്യാറുണ്ട്. ഈ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ മനഃശാസ്ത്രം എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം 1.56 മീറ്റർ മാത്രം വീതിയുള്ള ഒരു സാധനമാണ് ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. അവിടെ കൂടെ മാത്രമേ ഈ ട്രെയിൻ സഞ്ചരിക്കുകയുള്ളൂ. നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ലോറിയാണ്, അവൻ എതിലേ കൂടെയാണ് വെട്ടിച്ച് വരുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോലും ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് ആ ട്രാക്കിലൂടെ അല്ലാതെ പോകത്തില്ല. അപ്പോൾ ഈ ട്രാക്കൊന്ന് കടക്കാതിരുന്നാൽ മാത്രം രക്ഷപ്പെടുന്നതാണ് ഈ അപകടത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന ജീവൻ എന്ന് പറയുന്നത്. പക്ഷേ ആളുകൾ എന്താണെന്നറിയില്ല, ഈ ട്രെയിൻ പാഞ്ഞു വരുന്നത് കാണുമ്പോൾ ഒരു 300 മീറ്റർ അകലെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി, ഓടി വന്ന് ഈ ട്രെയിൻ കടക്കുന്നതിന് മുമ്പേ അത് ക്രോസ് ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. ഈയാമ്പാറ്റകളെ പോലെ ഈ തീയിൽപ്പെട്ട് മരിക്കുന്ന അതുപോലെ ധാരാളം ആളുകൾ ഈ ട്രെയിനിൻ്റെ മുമ്പിൽ ഇങ്ങനെ പെട്ട് മരിക്കാറുണ്ട്. അവിടെ നിന്നാൽ മതി, ഈ ഓടി വന്ന് ട്രാക്ക് ക്രോസ് ചെയ്യേണ്ട, ആ നിൽക്കുന്നിടത്ത് നിന്നാൽ മതി. 4 സെക്കൻഡ് കൊണ്ട് പാഞ്ഞു പോകുന്ന ഒരു വാഹനമാണ്. അത്രയും ക്ഷമ നമുക്കില്ല. ക്ഷമയുടെ കാര്യത്തിൽ നമ്മൾ വളരെ ഇതാണല്ലോ, നമുക്കറിയാം. റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുന്ന കാഴ്ചകളാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തുടരെയായിട്ടുള്ള ഹോൺ അടി, ചില സമയത്ത് ഈ ഹോൺ അടി കേട്ടുകൊണ്ട് തന്നെ ആളുകൾ അപകടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരാളെ രക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് പറയുന്നത് വിട്ടുവിട്ടുള്ള ഹോണടിയാണ്. അതൊന്നും ആരും പഠിപ്പിച്ചതല്ല, പക്ഷേ നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അത് വിട്ടുവിട്ടുള്ള ഹോണടിയിലൂടെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആളുകളുടെ അറ്റൻഷൻ, അതായത് അടഞ്ഞു കിടക്കുന്ന ലെവൽ ക്രോസ് ഗേറ്റിലൂടെ വളരെ കൂളായിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ഗേറ്റ് അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അതിലൂടെ ഒരു ട്രെയിൻ വരാനുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ചിന്ത പോലും, സാമാന്യ ചിന്ത പോലും മനസ്സിലേക്ക് വരാതെ വേറെ ഏതൊക്കെയോ ലോകത്തിൽ ഇതായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ, നിരവധി ആൾക്കാരെ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ വില്ലൻ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടും
അതല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് നിരവധി ആളുകളാണ്. എൻ്റെ ട്രെയിനിൽ തന്നെ ഏകദേശം 16 പേര് ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിൻ്റെ സംസാരം കേട്ടുകൊണ്ട് മാത്രം ഈ ട്രെയിൻ തട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഒരു രക്ഷപ്പെടുത്തൽ അതൊന്ന് മനസ്സിൽ തട്ടിയ ഒരു സംഭവമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അങ്കമാലി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഐലൻഡ് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉള്ള ലൂപ്പ് ലൈൻ എന്നാണ് ടെക്നിക്കൽ നാമം. ലൂപ്പ് ലൈനിൽ ഞങ്ങൾ കിടക്കുകയാണ്. കാരണം ഈ ഐലൻഡ് എക്സ്പ്രസ് ലൂപ്പ് ലൈനിൽ കിടക്കാനൊരു റീസണുണ്ട്. അങ്കമാലിയിൽ നിന്ന് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് പോയ ഒരു ഗുഡ്സ് ട്രെയിൻ അത് അടുത്ത സ്റ്റേഷനിലെത്താതെ ഈ ട്രെയിനിന് ലൈൻ ക്ലിയർ കിട്ടില്ല. അത് കുറച്ച് സാങ്കേതികത്വം വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇവിടെ ഓടിക്കുന്ന ട്രെയിനുകളുടെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് രണ്ടാമത്തെ ട്രെയിൻ നമുക്ക് പുറപ്പെടാൻ അനുവാദമുള്ളൂ. അങ്ങനെയാണ്. അതൊക്കെ ഇൻ്റർലോക്കഡാണ്. സിഗ്നലും അങ്ങനെ വീഴുകയുള്ളൂ. വേണമെന്ന് വിചാരിച്ചാലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ റോഡിലെ പോലെ അങ്ങനെ നമുക്ക് പറ്റില്ല. അങ്ങനെ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ്. അത് ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറയും. ഈ നമ്മുടെ പേപ്പറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഓട്ടോമാറ്റിക് ആക്കണം ഇവിടെ സിഗ്നലിംഗ് എന്നൊക്കെ. ഇതുവരെ ആയിട്ടില്ല. മദ്രാസിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം ആ ഗുഡ്സ് അങ്കമാലി സ്റ്റേഷനിൽ നിന്നും കറുകുറ്റി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തി ചെന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ലൈൻ ക്ലിയർ കിട്ടുകയുള്ളൂ. അപ്പോൾ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഴ തുള്ളികളൊക്കെ ചില്ലിലൂടെ വീഴുന്നതൊക്കെ നോക്കി ഞങ്ങളവിടെ വിശ്രമിക്കുകയാണ്. രാത്രി മുഴുവൻ വർക്ക് ചെയ്തു. ഞങ്ങൾ 1 മണിക്ക് ഈറോഡ് സ്റ്റേഷനിൽ നിന്ന് കയറുന്നതാണ്. അപ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ചെറുതായിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ട്. ഞാൻ എന്തായാലും അലർട്ടായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വാക്കി ടാക്കിയിലൂടെ സ്റ്റേഷൻ മാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഒരു ഗുഡ്സ് ട്രെയിൻ പോയിട്ടുണ്ട്, ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ താമസമുണ്ടാകും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞു. സ്റ്റാർട്ടർ സിഗ്നലായി. സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ട് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. ചുമപ്പ്, മഞ്ഞ, അങ്ങനെ 2 കളർ മാത്രമേ ഉള്ളൂ. മഞ്ഞ എന്ന് പറയുന്ന കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. അതിൻ്റെ അടുത്ത ഒരു സിഗ്നലുണ്ട്. അത് അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ എന്ന് പറയും. അതൊക്കെ ടെക്നിക്കലാണ്, എന്നാലും ഞാൻ പറയുന്നു മാത്രം. അപ്പോൾ അതെല്ലാം അത് പച്ചയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാക്കി ടോക്കിയിലൂടെ ഗാർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഗാർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഗാർഡ് ഓക്കെ പറഞ്ഞു. എല്ലാവരും അകത്ത് കയറി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായ രാജീവ് പറഞ്ഞു, ചേട്ടാ സ്റ്റോപ്പ്, നമ്മുടെ ട്രാക്കിൽ ആരോ കിടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ വണ്ടി നിർത്തി. ഏതായാലും വണ്ടിക്ക് അധികം സ്പീഡില്ല. കാരണം ഒരു ലൂപ്പ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 കിലോമീറ്റർ മാത്രമാണ് സ്പീഡ്, നമുക്ക് മാക്സിമം പോകാവുന്ന വേഗത. നിർത്തി. ഞങ്ങൾ ഇറങ്ങി. ശരിക്കും എഞ്ചിനിൽ നിന്ന് 2 പേര് ഒരേ സമയം ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എങ്കിലും ഒരു ഇൻസ്പെക്ടർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും കൂടെ ഇറങ്ങിച്ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് തല ചരിച്ചു വെച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തട്ടി വിളിച്ചു. ഈ തട്ടി വിളിക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം, ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ ഒരാൾ അവൻ്റെ ആത്മഹത്യ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാം നശിച്ച് എൻ്റെ ജീവിതം തന്നെ വേണ്ട, ഈ ലോകത്തോട് ഞാൻ യാത്ര പറയുകയാണെന്ന് പോകുന്ന ആൾ ചിലപ്പോൾ തിരിഞ്ഞ് നമ്മളെ ആക്രമിച്ചേക്കാം. എന്തായാലും അങ്ങനെ ഒരു ആക്രമണമൊന്നും ഉണ്ടായില്ല. കാരണം ഒരു വയസ്സായ ഒരു സാധു സ്ത്രീയായിരുന്നു അത്. അവരുടെ കവിളിൽ എന്തോ ഒരു പ്ലാസ്റ്റർ പോലെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എൻജിൻ്റെ പുറകിലുള്ള ബ്രേക്ക് വാൻ എന്ന് പറയുന്നൊരു, അതായത് ഗാർഡ് സഞ്ചരിക്കുന്ന വാൻ, അത് മുമ്പിൽ ഗാർഡ് ഉണ്ടാവില്ല, പുറകിലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ പോലീസ് എസ്കോട്ടൊക്കെ ഉണ്ടാവും. അവിടെ നിന്നൊരു പോലീസുകാരെയും ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് 1-2 നാട്ടുകാരും. എന്ത് പ്രശ്നമുണ്ടായാലും നമ്മുടെ നാട്ടുകാർ കൂടുമല്ലോ. അങ്ങനെ കുറച്ച് നാട്ടുകാരും വന്നു ഞങ്ങളൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇവരങ്ങ് കരയുകയാണ്. ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് വിക്കി ഞങ്ങളോട് പറഞ്ഞ്, ഞാനൊന്ന് ചത്തോട്ടെ മകനെ, ഒന്ന് ചാകാൻ അനുവദിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. ഏതായാലും പോലീസുകാരിയുണ്ട്, കുറച്ച് നാട്ടുകാരുമൊക്കെ ചേർന്ന് അവരെ പിടിച്ച് ആ ട്രെയിനിൽ തന്നെ കയറ്റി. അവർ പറഞ്ഞു, എനിക്ക് എങ്ങോട്ടും പോകണ്ട, ഞാൻ ട്രെയിനിൽ നിങ്ങളുടെ കൂടെ വരികയാണെന്ന് പറഞ്ഞു. അവർ ട്രെയിനിൽ തന്നെ കയറ്റി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എഞ്ചിനിലേക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷം
ഈ പൊതുവേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷം ഇതെന്തായിരുന്നു, അതിന് റീസൺ എന്തായിരുന്നു എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പോലീസുകാരെ കണ്ട് ചോദിച്ചു എന്തായിരുന്നു പ്രശ്നം. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ വീട്ടിലെ മോനും മരുമോളുമാണ്. അപ്പോൾ അവരെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, നിരന്തരം വഴക്കുകളും കാര്യങ്ങളുമൊക്കെയാണ്. അതുകൂടാതെ ഈ അടുത്ത കാലത്ത് അവരുടെ കവിളിലെ ഒരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു, അത് ഡയഗ്നോസിസ് ചെയ്തു, അത് ക്യാൻസറാണ്. ഇനി എനിക്ക് വേറെ വഴികളൊന്നുമില്ല, ഞാനെന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ആത്മഹത്യയുടെ അവസാനത്തെ വാക്കായ റെയിൽവേ ട്രാക്കിലേക്ക് വന്നതാണ് അവർ. അത് വളരെ മനസ്സിന് ഒരേ സമയം അവരെ രക്ഷിച്ചതിലുള്ള സന്തോഷം മനസ്സിന് ദുഃഖമുണ്ടാക്കി. ഞങ്ങൾ ചെയ്തത് എന്താണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ ഒരു വ്യക്തത ഞങ്ങൾക്ക് വന്നില്ലെങ്കിൽ പോലും ഒരു മനുഷ്യജീവൻ രക്ഷിച്ച ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ അവസാനിപ്പിച്ചു. സാധാരണ ഇത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് പോകാറ്. പക്ഷേ ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ എനിക്കൊരു ഒരു ഒരു ക്യൂരിയോസിറ്റി തോന്നാറുണ്ട്, എന്താണ് സംഭവം എന്നറിയാനുള്ളൊരു ആകാംക്ഷ. പിന്നെ രാത്രിയല്ലേ, ഒന്ന് ഇറങ്ങി നടന്നു കഴിയുമ്പോഴത്തേക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു വലിയ ശല്യം ഒന്ന് മാറിക്കിട്ടും എന്നുള്ള തോന്നലും എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാടിയിറങ്ങും. ശരി, നോക്കിക്കളയാം എന്ന് പറഞ്ഞ് ഞാൻ പുറകിലേക്ക് നടന്നു, പ്ലാറ്റ്ഫോമിലൂടെ പുറകിലേക്ക് നടന്ന് ഒരു 5ാമത്തെ ബോഗിയിലെത്തിയപ്പോൾ ചെറിയൊരു ആൾക്കൂട്ടമുണ്ട്, 1-2 പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്.